നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസം എക്സാമാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. മറ്റ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളെ പോലെ തന്നെ 45 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ എക്സാമിൽ പ്രതീക്ഷിക്കുന്നത്. 4 സെക്ഷനുകളിലായിട്ട് 1 വേർഡ്, ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ്സേ, ലോങ് എക്സേ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആദ്യ ഭാഗത്ത് 8 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ നിന്നും 5 ചോദ്യം ഓരോ മാർക്കിൻ്റെ വീതവും, രണ്ടാം ഭാഗത്ത് സെയിം 8 ചോദ്യങ്ങൾ തന്നെ തന്നുകൊണ്ട് 2 മാർക്ക് വരുന്ന 5 ചോദ്യങ്ങൾ, അങ്ങനെ 10 മാർക്കും, മൂന്നാം ഭാഗത്ത് 6 ചോദ്യങ്ങൾ തന്നുകൊണ്ട് അതിൽ നിന്നും 4 എണ്ണമാണ് എഴുതേണ്ടത്, 5 മാർക്ക് വീതം, അങ്ങനെ 20 മാർക്കും നമുക്ക് ലഭിക്കും. അവസാന ഭാഗം വരുമ്പോൾ സെക്ഷൻ ഡി 2 ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്ത് എഴുതിക്കൊണ്ട് 10 മാർക്ക് നേടുക. അങ്ങനെ ടോട്ടൽ 45 മാർക്കാണുള്ളത്. ഇതിൽ നമുക്ക് ജയിക്കാൻ 14 മാർക്കാണ് വേണ്ടത്. ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് 23 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പാസ്സാവുക. അപ്പോൾ ധാരാളം ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസുകളെ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഓരോ ചോദ്യങ്ങളെയും കൈകാര്യം ചെയ്യാനായിട്ട്. ഏറ്റവും എളുപ്പമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇവിടെ നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തു നിന്നും വരുന്ന ഓരോ ബ്ലോക്കും അറിയാലോ. പ്രധാനപ്പെട്ടതായിട്ട് 4 ബ്ലോക്കുകളാണുള്ളത്. 4 ബ്ലോക്കുകളിലും 2 യൂണിറ്റുകൾ വീതം 8 യൂണിറ്റാണ് ആകെ പഠിക്കാനുള്ളത്. ഓരോ യൂണിറ്റിൽ നിന്നും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1 ആൻ ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ ടൂറിസം എന്ത്, ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയും കൺസർവേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു ബ്ലോക്ക് 1 ചർച്ച ചെയ്യുന്നത്. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ടൂറിസം എന്നുള്ളതാണ്. എന്താണ് ടൂറിസം എന്നുള്ള കാര്യം നമ്മളിവിടെ നോക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടൂറിസം? അതൊരു 1 വേർഡായിട്ട് കാണാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ടൂറിസം? എന്താണ്? ടു സ്പെൻഡ് ടൈം അവേ ഫ്രം ഹോം ഫോർ റിക്രിയേഷൻ, റിലാക്സേഷൻ ആൻഡ് പ്ലഷർ. റിക്രിയേഷനും റിലാക്സേഷനും പ്ലഷറിനും വേണ്ടിയിട്ട് നടത്തുന്ന യാത്രയാണ്, അല്ലെങ്കിൽ യാത്രയാണ് ടൂറിസത്തിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നതാണ് ടൂറിസത്തിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ഭാഗത്തിൽ ശ്രദ്ധിക്കണം. അതായത് വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ടൂറിസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗത്തെ പറ്റി കുറച്ച് കാര്യമായിട്ട് തന്നെ ഇവിടെ ശ്രദ്ധിക്കണം. അടുത്തത് വന്നിട്ടാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം വരുന്നുണ്ട്. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം? എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്നത്? ഒരു പ്രദേശത്തിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു റിലീജിയനെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ പറ്റി അവിടുത്തെ കാര്യങ്ങളെ പറ്റി ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ ഏർപ്പെടുന്നത് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം? അത് നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടും പ്രതീക്ഷിക്കാം. ടൈപ്പ് ഓഫ് ടൂറിസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ടൂറിസം ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസം? അതൊരു 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കാണാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ടൂറിസം ആൻഡ് ഇൻ്റർനാഷണൽ ടൂറിസം. ഇൻ്റർനാഷണൽ ടൂറിസം എന്ന് പറയുമ്പോൾ അതിനെന്തൊക്കെ വേണം? പാസ്പോർട്ട്, വിസ, ഇതെല്ലാം വേണം. ഡിഫറെൻറ്റ് കറൻസീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക അങ്ങനെയൊക്കെ പോകുന്ന ടൂറിസം. ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അകത്ത് തന്നെ നടത്തുന്ന പലതരത്തിലുള്ള യാത്രകളെയാണ് പറയുന്നത്. ഡൊമസ്റ്റിക് ടൂറിസത്തിൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, പാസ്പോർട്ട്, വിസ ഈ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അതങ്ങനത്തെയുള്ള ഡിഫറൻസ്, ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ ടൂറിസം തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വരുന്നതാണ് ഇതുപോലെ തന്നെ ഷോർട്ട് എസ്സേ.
ആയിട്ട് നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ടൂറിസം അല്ലെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം എന്താണെന്നുള്ളത്. അത് ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വന്നേക്കാം. ജസ്റ്റ് 3000 കിലോമീറ്ററിന് അപ്പുറം യാത്ര ചെയ്യുമ്പോൾ അത് ലോങ് ഡിസ്റ്റൻസ് ടൂറിസം ആകുന്നു. 3000 കിലോമീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം എന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ട് വരുന്നതാണ് മോർ ടൈപ്പ് ഓഫ് ടൂറിസം എന്ന് പറഞ്ഞിട്ടൊരു 8 ടൈപ്പ് ഓഫ് ടൂറിസത്തെ നമ്മളിവിടെ പരിചയപ്പെടുന്നുണ്ട്. ലിഷർ ടൂറിസം, കൾച്ചറൽ ടൂറിസം, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം, വൈൽഡ് ലൈഫ് ടൂറിസം, പിന്നെന്താ അഡ്വഞ്ചർ ടൂറിസം, എക്കോ ടൂറിസം. നോക്കൂ ഒരു മിനിറ്റ്. യെസ്, എക്കോ ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം ഇവിടെ വരുന്നുണ്ട്. ഇത് ഓരോന്നും, ഈ ടൂറിസങ്ങൾ ഓരോന്നും തന്നെ നമുക്ക് ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനുകളിൽ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ട് ഒരു ലോങ് എസ്സേ ആയിട്ട് ടൈപ്സ് ഓഫ് വാട്ട് ഈസ് ടൂറിസം ആൻഡ് ടൈപ്പ് ഓഫ് ടൂറിസം എന്നുള്ള രീതിയിൽ 10 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ടൂറിസത്തിൽ തന്നെ ഇവിടെ വേറൊരു ചോദ്യം വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്താണ് എക്കോ ടൂറിസത്തിൻ്റെ ധർമ്മം എന്ത് എന്നുള്ളൊരു രീതിയിൽ ചോദ്യം വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കൂ, വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് എക്കോ ടൂറിസം. ഇവിടെ എക്കോ ടൂറിസത്തിൽ നമ്മൾ കണ്ടു. ഈ ഒരു ഭാഗത്ത് നിന്നും വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് എക്കോ ടൂറിസം, എന്താണ് എക്കോ ടൂറിസത്തിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്? ടു പ്രൊട്ടക്ട് നാച്ചുറൽ ഏരിയാസ് ആൻഡ് ബെനിഫിറ്റ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. ടു പ്രൊട്ടക്ട് നാച്ചുറൽ ഏരിയാസ് ആൻഡ് ബെനിഫിറ്റ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ് എക്കോ ടൂറിസത്തിൽ വരുന്നത്. അപ്പോൾ ആ എക്കോ ടൂറിസം മാത്രം ഒരു 2 മാർക്കിൻ്റെ ചോദ്യം എന്നുള്ള നിലയിൽ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഒരു 1 വേർഡ് ചോദ്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഏതൊക്കെ എന്നുള്ളത്. ഇപ്പോൾ സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നതാണ് ഹൈക്കിംഗ്, ക്യാമ്പിംഗ്, സൈക്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അത് റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഹൈ റിസ്കിലേക്ക് വരുമ്പോൾ സ്കൈ ഡൈവിംഗ് എന്നൊക്കെയും പറയില്ലേ, അതൊക്കെ വരുമ്പോൾ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഏത് എന്നുള്ള രീതിയിലും ചോദിച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത്. എസ്സേ പ്രതീക്ഷിക്കുന്നത് ടൂറിസം, ടൈപ്സ് ഓഫ് ടൂറിസം, മെഡിക്കൽ ടൂറിസം ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ടൈപ്പ് ഓഫ് ടൂറിസമാണ് എസ്സേ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളിവിടെ കാണാവുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആൻഡ് എക്കോണമി ഇമ്പാക്റ്റ് എന്നുള്ളതിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ് പോസിറ്റീവ് ഇമ്പാക്റ്റ്? വാട്ട് ആർ ദ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലെങ്കിൽ ടൂറിസം എന്നുള്ളൊരു ചോദ്യം ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അതിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് പറയുന്നുണ്ട് നമ്മുടെ എക്കോണമിക്ക് പലതരത്തിലുള്ള ഗുണം ചെയ്യുന്നതാണ് ടൂറിസം എന്ന് പറഞ്ഞു. അതായത് ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങുന്നതോടുകൂടി ടാക്സ് ആയിട്ടും റവന്യൂ ആയിട്ടൊക്കെ ധാരാളം ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഗവൺമെൻറ് കൂടുതൽ ഫണ്ട് ടൂറിസം മേഖലയിലേക്ക് ഇറക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് മറ്റ് മേഖലകളിൽ ഉണ്ടാവുന്നു. പിന്നെ എന്താ സംഭവിക്കുക, ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, രാജ്യം ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ വരുന്നത്. വിവിധ കൾച്ചറുകളെ പറ്റി പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ. ഈ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ തന്നെയാണ് നേരെ തിരിച്ച് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആയിട്ടും പറയുന്നത്. ഇവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ്, ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ സംഭവിക്കും. ധാരാളം ആളുകൾ വരികയും ശരിയായ രീതിയിൽ അവിടെ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആ പ്രദേശത്തെ പരിപാലിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലേക്ക് പലതും സംഭവിക്കും. പിന്നെ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത് ധാരാളം പൈസ ടൂറിസം മേഖലയിലേക്ക് ഇറക്കുന്നത് കൊണ്ട് തന്നെ മറ്റു മേഖലകളിലേക്ക് വേണ്ടത്ര രീതിയിൽ പൈസ വരുന്നില്ല അല്ലെങ്കിൽ വികസനം സംഭവിക്കുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൾച്ചർ നശിക്കാനായിട്ട് ഇടവരുന്നു. അതായത് തനതായ ഒരു കൾച്ചറിന് പകരം ഒരു മിക്സപ്പ് വരുന്നില്ലേ, ഈ പല തരത്തിലുള്ള ആളുകൾ കടന്നു വരുന്നതോടുകൂടി പ്യുവർ കൾച്ചർ ഇല്ലാതെയായി പോകുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സിനെ പറ്റിയും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്ന് പറയുന്നത് വാട്ട് ഈസ് ടൂറിസം, വാട്ട് ഈസ് ഹെറിറ്റേജ് ടൂറിസം, വാട്ട് ഈസ് കൾച്ചറൽ ടൂറിസം. ഈ ഒരു 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക.
ടൈപ്സ് ഓഫ് ടൂറിസം. ഈ ടൈപ്സ് ഓഫ് ടൂറിസം ഒറ്റ ഇതിൽ നമുക്ക് എസ് എ ആയിട്ടും പ്രതീക്ഷിക്കാം, ഓരോന്ന് എടുത്തുകൊണ്ട് ഷോർട്ട് ആൻസർ ആയിട്ടും പ്രതീക്ഷിക്കാം. ഷോർട്ട് എസ് എ, ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ടൂറിസം ആൻഡ് ഡൊമസ്റ്റിക് ടൂറിസം എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ ഇതേപോലെ തന്നെയാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ടൂറിസം. ഇത്രയ്ക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് കവറായി പോകും കേട്ടോ. അടുത്തത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2ലേക്ക് കടക്കുന്നതോടുകൂടി ഇവിടെ കൺസർവേഷനെ പറ്റിയാണ് പറയുന്നത്. കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. ഈ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും വൺ വേർഡ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ആരുടെ കാലഘട്ടം മുതലാണ് ഈ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആരംഭിച്ചത് എന്നുള്ളത് നോക്കണം. ഇവിടെ പറയുന്നുണ്ട് എംപറർ അശോകൻ്റെ കാലം മുതൽ ഇത്തരത്തിലുള്ളൊരു കൺസർവേഷൻ ഐഡിയാസ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി കാണാം. അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കാം. പിന്നെ ഇത് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റീരിയറേറ്റിംഗ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്നുള്ളത് പറയുന്നുണ്ട്. അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഹെറിറ്റേജ് സൈറ്റ്സ് നശിക്കുന്നത് എന്നുള്ളതിനെ പറ്റി. ആ ഫാക്ടേഴ്സിൽ തന്നെ നാച്ചുറൽ ഫാക്ടേഴ്സും പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പലതരത്തിലുള്ള കെമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, പിന്നെ മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന ഫാക്ടേഴ്സ്, അങ്ങനെ പലതരത്തിൽ തിരിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റീരിയറേറ്റിംഗ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്നുള്ളത് ഇവിടെ ഏതൊക്കെയാണ് പറയുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിട്ടാണ് പറയുന്നത്. എന്താ ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത് വിള്ളലുകളൊക്കെ ഉണ്ടാകുന്നില്ലേ, നോക്കൂ, ഡിസ്ക്ലോറേഷൻസ്, ക്രാക്സ് ആൻഡ് ഫംഗൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ കാരണം കൊണ്ട് എന്തുണ്ടാവും, ബിൽഡിങ്സിനും മറ്റും നാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഈ നനവെല്ലാം അടിച്ചിട്ട് ഉള്ള ഫംഗൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാവില്ലേ, അതിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് നാച്ചുറൽ ഫാക്ടേഴ്സ്. എന്താണ്? ഫ്ലഡ്, എയർ പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടാണ് ഈ നാച്ചുറൽ ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത്. ഇത് കൂടാതെയാണ് മനുഷ്യന്മാരുടെ കൈകടത്തലുകൾ മൂലം വാൻഡലിസം എന്നോട് പറയുന്നത്. വാൻഡലിസം ഈസ് അനദർ കോസ് ഫോർ ദ ഡിറ്റീരിയറേഷൻ ഓഫ് ഹെറിറ്റേജ് സൈറ്റ്സ്. വാൻഡലിസം എന്ന് പറയുന്നത് നമ്മൾ ഇടപെട്ടുകൊണ്ട് ഈ തുപ്പിയിടുന്നതൊക്കെ ഇല്ലേ, ഓരോ സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ട് മുറുക്കി തുപ്പുക, അതുപോലെ തന്നെ ഈ പടങ്ങളൊക്കെ വരച്ചിടുക, അങ്ങനത്തെയുള്ള ഇടപെടലുകളൊക്കെയും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിന് നാശം സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു 5 മാർക്ക് ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റീരിയറേറ്റിംഗ് ഹെറിറ്റേജ് സൈറ്റ്സ് എന്നുള്ള ഭാഗം. അടുത്തതാണ് ക്രൈറ്റീരിയ കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഓരോ പ്രദേശങ്ങളെയും സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അത് അത്രയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അടുത്താണ് ഹെറിറ്റേജ് ഗ്രേഡിംഗ് എത്ര തരത്തിലുണ്ട്, അല്ലെങ്കിൽ അത് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാവുന്നതാണ്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഗ്രേഡ് 1 എന്ന് പറയുന്നത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളായിട്ടാണ് പറയുന്നത്. ഗ്രേഡ് 2 വരുമ്പോൾ ലോക്കൽ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രാധാന്യം കുറഞ്ഞ സ്ഥലങ്ങൾ എന്നുള്ള രീതിയിൽ. കമ്പാരിറ്റീവ്ലി ഗ്രേഡ് 2ന് വെച്ച് പ്രാധാന്യം കുറഞ്ഞ സ്ഥലം എന്നുള്ള രീതിയിൽ ഗ്രേഡ് 3 വരുന്നുണ്ട്. അപ്പോൾ ഹെറിറ്റേജ് ഗ്രേഡിംഗ് എന്നുള്ളത് ഒന്ന് നോക്കി പോകുന്നത് നന്നായിരിക്കും. പിന്നെ കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്സ് എന്നുള്ളതും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടോ പ്രതീക്ഷിക്കാം. ഇതിൽ സ്ട്രക്ചറൽ കൺസർവേഷൻ, പിന്നെന്താ കെമിക്കൽ പ്രിസർവേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു ബിൽഡിങ്ങുകളെ സ്ട്രക്ചറൽ വൈസ് എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നും കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഈ സ്ട്രക്ചറൽ കൺസർവേഷനിലും കെമിക്കൽ പ്രിസർവേഷനിലും പറയുന്നത്. കെമിക്കൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ താളിയോലകളും മറ്റും കേടുകൂടാതെ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവാതെ എല്ലാം സംരക്ഷിക്കുന്നത് ചില മരുന്നുകളൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങുകൾ ഫോർ എക്സാമ്പിൾ ഈ ചെതലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ അടിക്കില്ലേ, അങ്ങനത്തെ ഒരു കെമിക്കൽ പ്രിസർവേഷൻ്റെ ഭാഗത്തെ പറ്റിയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അതും ഇത്തരത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 5 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ.
രണ്ടും 5 മാർക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നോക്കുമ്പോൾ അതിൻ്റെ എന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളത് നോക്കണം. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാം. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1861 എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്നുള്ളൊരു പേരും കൂടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861 എന്നുള്ള കാര്യം ഓർക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ASIയുടെ നേതൃത്വത്തിൽ 24 സർക്കിൾസ് അല്ലെങ്കിൽ റീജിയൻസ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യനെ തിരിച്ചിരിക്കുന്നത് എന്നും അതിൻ്റെ കീഴിൽ വരുന്ന മേഖലകൾ പലതരത്തിലുള്ള ബ്രാഞ്ച് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഏത് ഹോർട്ടിക്കൾച്ചറൽ ബ്രാഞ്ച്, ബിൽഡിംഗ് ബ്രാഞ്ച്, പിന്നെ എന്താ ടെമ്പിൾ സർവേ പ്രൊജക്റ്റ്, അണ്ടർ വാട്ടർ ആർക്കിയോളജി വിങ് എന്നൊക്കെയും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇവിടെ നമ്മൾ ഓർക്കണം. എന്താണ് ഇവരുടെ ലക്ഷ്യം വെക്കുന്നത്? ഹിസ്റ്റോറിക്കലി പ്രധാനപ്പെട്ട മോണുമെൻറ്റ്സും നാച്ചുറൽ സൈറ്റ്സും എല്ലാം കേടുകൂടാതെ വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു വയ്ക്കലാണ് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. ഇനി യുനെസ്കോൻ്റെ ഫുൾ ഫോം നോക്കി വെക്കണം കേട്ടോ. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ് യുനെസ്കോൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. യുനെസ്കോൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡിലെ ലോകത്താകമാനമുള്ള ഇറ്റ് എൻകറേജ് കൺട്രീസ് ടു ഐഡൻറ്റിഫൈ, പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് പ്ലേസസ് ദാറ്റ് ഹോൾഡ് എക്സെപ്ഷണൽ വാല്യൂ ഫോർ ഓൾ ഓഫ് ഹ്യൂമാനിറ്റി സച്ച് ആസ് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സ്, നാച്ചുറൽ ലാൻഡ്സ്കേപ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യുനെസ്കോൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഇവിടെ നോക്കിയിരിക്കണം. യുനെസ്കോൻ്റെ യുനെസ്കോ ഒരു ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ നോക്കേണ്ടതാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. ഇവിടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതും അറിഞ്ഞിരിക്കണം. 29 വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഇന്ത്യയിലുള്ളത്. 1 വേർഡ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. 29 വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണുള്ളത്. അതിൽ 23 കൾച്ചറൽ സൈറ്റ്സും ബാക്കി വരുന്നവ നാച്ചുറൽ സൈറ്റ്സും ആണ്. ആ സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മൾ യൂണിറ്റ് 3-ലും യൂണിറ്റ് 4-ലും വരുന്ന പല സ്ഥലങ്ങളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഉള്ളിൽ പെടുന്നതോ അല്ലെങ്കിൽ യുനെസ്കോൻ്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെയാണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ഈ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ഫലമായിട്ടാണ് ഈ യുനെസ്കോ ഇത്തരത്തിലൊരു സംരംഭമെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നോക്കണം. പ്രധാനപ്പെട്ടത് അപ്പോൾ ഇവിടെ വരുന്നത് 5 മാർക്കിൽ വരാൻ സാധ്യത ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, യുനെസ്കോ, വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി, ഇത്ര കാര്യം ഓർത്തിരിക്കണം. പിന്നെ 10 മാർക്കിലേക്ക് വരുമ്പോൾ 10 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കാനുള്ളത് ഇതാണ്, ഈ ഒരു ഭാഗം കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്സ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞില്ലേ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റീരിയറേറ്റിംഗ് ഹെറിറ്റേജ് സൈറ്റ്. ഇത്രയ്ക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും പ്രധാനമായിട്ട് പ്രതീക്ഷിക്കുന്നത്, രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ളത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതും കൂടി ഓർത്തിരിക്കാം. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും പുറകു വശത്ത് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടില്ലേ? വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ദ കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്? എന്തുകൊണ്ടാണ് പ്രൈമറി ഗോൾ എന്താണ് കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിൻ്റെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് തലമുറകളിലേക്ക് വേണ്ടിയിട്ട് സംരക്ഷിച്ച് വെക്കുക എന്നുള്ളത്. അങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഓരോന്നിൻ്റെയും പുറകിലും കൊടുത്തിട്ടുള്ളത് ഒന്ന് നോക്കി പോകണം കേട്ടോ. വാട്ട് ആർ ദ 3 ഗ്രേഡ്സ് ഫോർ ഹെറിറ്റേജ് ബിൽഡിംഗ്? നമ്മൾ പറഞ്ഞു ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നുള്ളത് കണ്ടോ. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. വാട്ട് ടൈപ്പ് ഓഫ് കൺസർവേഷൻ ടെക്നിക് ഇൻവോൾവ്സ് യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു മെയിൻറ്റെയിനിങ് ആർട്ടിഫാക്ട്സ് ആൻഡ് സ്ട്രക്ചർ? സയൻറ്റിഫിക് മെത്തേഡ് ഏതാണ്? സെയിം നമ്മളിവിടെ പറയുന്നത് കെമിക്കൽ പ്രിസർവേഷൻ, മറ്റേത് സ്ട്രക്ചറൽ കൺസർവേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവാം. അതിൽ നിന്നൊക്കെ ആയിരിക്കാം പ്രധാനപ്പെട്ട 1 വേർഡുകൾ വരുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
പ്രൈമറി ഗോൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് എന്താണ്? വാട്ട് ഈസ് ദ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി റെസ്പോൺസിബിൾ ഫോർ? എന്താണ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? റിവ്യൂയിങ് കൺസർവേഷൻ റിപ്പോർട്ട്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ വേൾഡ് ഹെറിറ്റേജ് ഫണ്ട്, മാനേജിങ് ദ വേൾഡ് ഹെറിറ്റേജ് ഫണ്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതൊക്കെയാണ് നമ്മുടെ ഈ യൂണിറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത്. അടുത്തത് ബ്ലോക്ക് 2 മെയിനായിട്ട് വരുന്നത് ഹിസ്റ്റോറൈസിങ് ട്രാവൽ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഹിസ്റ്റോറൈസിങ് ട്രാവൽ ഇൻ ഇന്ത്യ. ഇവിടെ പറയുന്നത് ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുന്ന യാത്രകളെ, അതായത് യാത്രാ വിവരണങ്ങളെ പറ്റിയാണ് ഈ ഒരു ഭാഗത്ത് ബ്ലോക്ക് 2 പറയുന്നത്. ബ്ലോക്ക് 2 തന്നെ ആദ്യത്തെ ചാപ്റ്ററാണ് എന്ത്? സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാവലോഗ്സ് ഇൻ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹിസ്റ്ററി. ഇവിടെ യാത്രാ വിവരണങ്ങൾ എങ്ങനെയാണ് ഹിസ്റ്ററിയുടെ റീകൺസ്ട്രക്ഷന് സഹായിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടത്. വാട്ട് ഈസ് ട്രാവലോഗ്? എന്താണ് ട്രാവലോഗ് എന്നുള്ളതാണ്. ട്രാവലോഗ്സ് ആർ എ വാല്യുബിൾ സോഴ്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി, അല്ലേ? നമ്മുടെ ചരിത്രത്തെ മനസ്സിലാക്കാനുള്ള ഒരു വാല്യുബിൾ സോഴ്സാണ് ട്രാവലോഗ്. പിന്നെ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം എന്ത്? വാട്ട് ഈസ് ട്രാവലോഗ്? എ ട്രാവലോഗ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ്. ഒരു ഇൻഡിവിജ്വലിൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ് ആണ് എന്ത്? ട്രാവലോഗ് എന്നുള്ളത്. പിന്നെ ഒരു ഷോർട്ട് ആൻസർ ആണ്, അല്ലെങ്കിൽ വൺ വേർഡ് ആണ് എന്ത്? ട്രാവലോഗ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് ഏത് വാക്കുകളിൽ നിന്നാണ്? ട്രാവൽ ആൻഡ് മോണോലോഗ് എന്ന് പറയുന്ന 2 വാക്കുകളിൽ നിന്നുമാണ് ട്രാവലോഗ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ പേര് പറയുന്നുണ്ട്. അത് തന്നെയാണ് രണ്ടാം അധ്യായത്തിലും വിശദീകരിച്ച് പോകുന്നത്. അതിവിടെ തന്നെ പറഞ്ഞേക്കാം. ഇബൻ ബത്തൂത്ത, അൽ ബറൂണി, ഈ 2 ആളുകളെയാണ് യൂണിറ്റ് 2 നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയൊരു യൂണിറ്റാണ് യൂണിറ്റ് 2 വരുന്നത്, അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 2. അതിൽ തന്നെ നിങ്ങൾ ഇബൻ ബത്തൂത്ത, അൽ ബറൂണി ഇവരെയൊക്കെ പഠിച്ചാൽ മതിയാവും. ഇനി വന്നിട്ട് ട്രാവൽ ബ്ലോഗുകൾ എന്നൊരു പ്രയോഗം ഇവിടെ വരുന്നുണ്ടേ. നോക്കൂ, ട്രാവൽ ബ്ലോഗ്സ്, അതായത് ഓൺലൈൻ ഓർ ഡിജിറ്റൽ ഫോമിലൂടെ നടത്തുന്ന അതിലൂടെ പുറത്തു വരുന്ന യാത്രകളെ നമ്മൾ ബ്ലോഗുകൾ വരുന്നില്ലേ ചാനലുകളിൽ, യൂട്യൂബിലൊക്കെ ധാരാളം ബ്ലോഗുകളുണ്ട്, ട്രാവൽ ബ്ലോഗുകൾ. അതെന്താണ് എന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ റീസെൻറ്റ് ടൈംസ് ട്രാവലോഗ്സ് ആർ അവൈലബിൾ ഇൻ ഓൺലൈൻ ഓർ ഡിജിറ്റൽ ഫോം. സച്ച് അക്കൗണ്ട്സ് ആർ ട്രാവൽ ബ്ലോഗ്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ടെക് ട്രാവലീറ്റൊക്കെ പോലെയുള്ള യാത്രാ വിവരണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ വരുന്നതാണ് ഈ ട്രാവൽ ബ്ലോഗുകൾ എന്നുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് പറയുന്നതാണ് ട്രാവലോഗിൻ്റെ മെയിൻ ഒരു ദോഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഒതൻറ്റിക് സോഴ്സായിട്ട് കാണാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നോക്കൂ, however we cannot consider travelogues as the most authentic form of historical data. It is important to understand the drawbacks of such accounts. Travelogues are written by individuals whose travels are often motivated by the specific requirements or purpose. അതായത് ഇവിടെ പറയുന്നത് ഒരു പ്രത്യേക ഒരു യാത്രവിവരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തി എഴുതുന്നതല്ലേ, അതുകൊണ്ട് ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളും മറ്റും പേഴ്സണൽ അഭിപ്രായങ്ങളും മറ്റും കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒതൻറ്റിക് സോഴ്സായിട്ട് കാണാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ടും അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ള രീതിയിലും ചോദ്യം വരാം. വൈ വി ഡോണ്ട് കൺസിഡേർഡ് ട്രാവലോഗ്സ്, എന്തുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ട്രാവലോഗ്സിനെ ഒരു ഒതൻറ്റിക് ഡാറ്റ ആയിട്ട് എന്നുള്ളൊരു ചോദ്യവും നമ്മൾ ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കൂ, വൈ ആർ ട്രാവലോഗ്സ് നോട്ട് ഓൾവേസ് കൺസിഡേർഡ് ഒതൻറ്റിക് ഹിസ്റ്റോറിക്കൽ സോഴ്സ്? അതൊരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് കാണാം, അതിനെ വിശദീകരിച്ച് എഴുതേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഹൗ ഡു ട്രാവലോഗ്സ് കോൺട്രിബ്യൂട്ട് ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. അടുത്താണ് ട്രാവലോഗ്സ് ഓഫ് കേരളയിൽ വരുമ്പോൾ 1 വേർഡുകളാണ് ഈ ഒരു ഭാഗത്ത് നിന്നും മെയിനായിട്ട് നോക്കേണ്ടത്. അതിൽ ആദ്യം തന്നെ വരുന്നത് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം ഏത്
ഏതാ? പാറേമേക്കൽ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകം അല്ലെങ്കിൽ റോമാ യാത്രയാണ്. അത് രണ്ട് രീതിയിൽ ചോദിക്കാം. ആരാണ് വർത്തമാന പുസ്തകം എഴുതിയത്, അല്ലെങ്കിൽ വർത്തമാന പുസ്തകത്തിൻ്റെ മറ്റൊരു പേരേത്? റോമാ യാത്ര. പിന്നെ വേണമെങ്കിൽ മലയാളത്തിൽ അതേ യാത്രാ വിവരണം എന്നുള്ള രീതിയിൽ കൂടി ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. രണ്ടാമത് വരുന്നത് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ യാത്രാ വിവരണം ഏതാണ്? നോക്കൂ, ഫസ്റ്റ് പ്രിന്റഡ് ട്രാവലോഗ് ബുക്ക് ഊസ്ലോം യാത്ര. ആരാണ് എഴുതിയത്? ഊസ്ലോം യാത്രാ വിവരണം പരുമല തിരുമേനി എഴുതിയത്. പിന്നെ മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് യാത്രാ വിവർത്തകരുടെ യാത്രാ വിവരണം എഴുതിയിട്ടുള്ള ആളുകളുടെ പേരാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതൊന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും. ഒരു എസ്സേ ക്വസ്റ്റ്യൻ, മലയാളത്തിലെ യാത്രാ വിവരണങ്ങൾ എന്നുള്ള രീതിയിൽ ട്രാവലോഗ്സ്, മലയാളം ട്രാവലോഗ്സ് അല്ലെങ്കിൽ ട്രാവലോഗ്സ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് മലയാളം ട്രാവലോഗ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ പേരുകളെ കൂടി ഒന്ന് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ വരുന്നതാണ് ട്രാവലോഗ്സ് ആൻഡ് പീരിയോഡൈസേഷൻ ഹിസ്റ്ററി. ട്രാവലോഗുകൾ എങ്ങനെയാണ് ഹിസ്റ്ററിയെ കാലക്രമത്തിൽ രേഖപ്പെടുത്താൻ സഹായിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം കടന്നു പോകുന്നത്. അതും ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിംഗ് ദ ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ്. ഇവിടെ പറയുന്നത് ട്രാവലോഗ്സ് എങ്ങനെയാണ് രാജാക്കന്മാരുടെ ബൗണ്ടറികളെല്ലാം ഫിക്സ് ചെയ്തത്. ഇതൊരു ചോദ്യം, ഒരു 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിംഗ് ദ ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ് എന്നുള്ളത് ഇതിലൂടെ പറയുന്നുണ്ട്. ഒരു ട്രാവലോഗ് നോക്കൂ, ട്രാവലോഗ് ഹാവ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ് ബൈ ഡിസ്ക്രൈബിംഗ് കൾച്ചേഴ്സ്, പീപ്പിൾ, പൊളിറ്റി, എക്കോണമി ആൻഡ് സോഷ്യൽ അപ്പാരറ്റസ് എന്ന് പറയുന്നുണ്ട്. ഒരു യാത്രാ വിവരണം വായിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഒരു യാത്രാ വിവരണം ഒരു രാജ്യത്തിൻ്റെ കൾച്ചറും അവിടുത്തെ ജനങ്ങളെപ്പറ്റി, രാജാക്കന്മാരെ പറ്റിയൊക്കെ കൃത്യമായിട്ട് ഐഡിയ നൽകും. ഒപ്പം തന്നെ നോക്കൂ, ഇവിടെയുണ്ട് ആ ലാൻഡ്സ്കേപ്പ്, ഫ്ലോറ, ഫ്യൂണ, ഇതിനെപ്പറ്റിയും ഐഡിയ നൽകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടാകുന്നത് വഴിയായി, ട്രാവലോഗുകൾ ഉണ്ടാകുന്ന വഴിയായിട്ട് ചരിത്രകാരന്മാർക്ക് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹെൽപ്ഫുള്ളാണ് എന്നുള്ള കാര്യം കൂടി ഈ ഒരു ഭാഗം ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും. 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മളിവിടെ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് മെയിനായിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ, രണ്ടാമത്തെ ബ്ലോക്കിൽ പറഞ്ഞു പോകുന്നത്. അവിടെയും ഇതേപോലെ തന്നെ ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇൻഡിക്ക ആരാണ്? ഹൂ റോട്ട് ഇൻഡിക്ക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻഡിക്കനെ പറ്റി ജസ്റ്റ് അതിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എഴുതുന്നത്. അതുപോലെ ഊഷ്ലോം യാത്രാ വിവരണം എന്നുള്ള കാര്യത്തിന് ഓർത്തിരിക്കുക. ഇബൻ ബത്തൂത്തയുടെ ആ പുസ്തകം, അതിനെപ്പറ്റി ഒന്ന് ഓർത്തിരിക്കണം. രഹേല എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റി നോക്കണം. അതുതന്നെയാണ് സെക്കൻഡ് ബ്ലോക്കിലും പ്രധാനമായിട്ടും കടന്നു വരുന്നത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് 3 യൂണിറ്റ് 1. ബ്ലോക്ക് 3യിലേക്ക് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി വലിയൊരു ചാപ്റ്ററാണ് ബ്ലോക്ക് 3, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നൊരു ഭാഗം. ഇതിൽ ആദ്യത്തെ ഭാഗത്തിൽ റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ആണ്. മതപരമായിട്ടും സാംസ്കാരികമായിട്ടും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥലങ്ങളെയാണ് ഇവിടെ പരാമർശിച്ചു പോകുന്നത്. മെയിൻ നോക്കൂ, അമൃത്സർ, തിരുപ്പതി, ബോധ്ഗയ, പുരി, ഹരിദ്വാർ, അജ്മീർ, ശാന്തിനികേതൻ, വാർധ, തിരുച്ചിറപ്പള്ളി, വേളാങ്കണ്ണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെ ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നത്. അതിൽ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് അമൃത്സർ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നിന്നും നമ്മൾ കുറേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അമൃത്സറിൻ്റെ മറ്റൊരു പേരെന്താണ്? ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ ഹർമന്ദിർ സാഹിബ് അല്ലേ? അമൃത്സർ എ സിറ്റി ഇൻ പഞ്ചാബ്, റിലീജിയസ്ലി സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഓഫ് ദ ഗോൾഡൻ ടെമ്പിൾ, ഓൾസോ നോൺ ആസ് ഹർമന്ദിർ സാഹിബ്. ഗോൾഡൻ ടെമ്പിളിൻ്റെ മറ്റൊരു പേരെന്ത് എന്നുള്ളത് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ഹർമന്ദിർ സാഹിബ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഇത് പണി കഴിപ്പിച്ച രാജാക്കന്മാരുടെ കാലഘട്ടത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഹർമന്ദിർ സാഹിബ് എന്തായാലും ഒരു 5 മാർക്കിൻ്റെ ഷോർട്ട് നോട്ടായിട്ട് പഠിച്ചു വെച്ചേരാം കേട്ടോ. ഇതെല്ലാം കൂടി എസ്സേ ആയിട്ട് ചോദിക്കാൻ വഴിയില്ല, ഒരുപാട് സ്ഥലങ്ങൾ വരുന്നില്ലേ. അപ്പോൾ ഓരോന്നായിട്ട്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കുന്നത് നന്നായിരിക്കും. അതിലൊന്നാണ് ഈ പറയുന്ന അമൃത്സർ എന്നുള്ളത്. അമൃത്സറിൽ നിന്നും വന്നിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഓഫ് അമൃത്സർ? റിലീജിയസ് സിഗ്നിഫിക്കൻസ് എന്താ? ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഹൂ ആഡഡ് ദ ഹർമന്ദിർ സാഹിബ്? ആരാണ് ഹർമന്ദിർ സാഹിബ് ആഡ് ചെയ്തത്? ഗുരു അർജുൻ ദേവ്. ഇവിടെ കാണാം, ഗുരു അർജുൻ ദേവാണ് ഈ ഹർമന്ദിർ സാഹിബ്. ഇത് കണ്ടോ ഇവിടെ. In 1588, Guru Arjan Dev, the fifth Guru, further developed the site. He constructed a temple, Harmandir Sahib എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദ പൂൾ ഓഫ് നെക്ടർ എന്ന് പറയുന്ന കാര്യവും ഈ ഒരു ഭാഗത്തോടനുബന്ധിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. അമൃത്സർ. തിരുപ്പതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തിരുമല എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിനെ പറ്റി നോക്കണം. തിരു പ്ലസ് അല്ലെങ്കിൽ തിരുമല എന്നുള്ള വാക്കിൽ നിന്നും ആണ് സേക്രഡ് മൗണ്ടെയിൻ എന്ന് പറയുന്നതിൽ നിന്നുമാണ് തിരുപ്പതി എന്ന് പറയുന്ന വാക്കുണ്ടായത് എന്നുള്ളതിനെ പറ്റി ഓർത്തിരിക്കാം. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരുന്നതാണ്, ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വിജയനഗര ഡൈനാസ്റ്റി ടു ദ തിരുപ്പതി ടെമ്പിൾ എന്ന് പറയുന്നുണ്ട്. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് വിജയനഗര സാമ്രാജ്യ ടു, ഇതിവിടെ നോക്കൂ, കണ്ടോ, ഡ്യൂറിങ് ദ റീജൻ ഓഫ് വിജയനഗര ഡൈനാസ്റ്റി ദർ വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. രാജഗോപുരവും അന്നപ്രസാദം ആ ഒരു സ്ഥലവും എല്ലാം ഉണ്ടാക്കിയത് വിജയനഗര പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സംഭാവനകൾ എന്ത് എന്നുള്ളൊരു ചോദ്യവും തിരുപ്പതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാണാം. അതുപോലെ തന്നെ മറ്റോടത്ത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോൾഡൻ ടെമ്പിൾ ഇൻ അമൃത്സർ എന്നുള്ളൊരു ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഇവിടെ കേട്ടോ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഗോൾഡൻ ടെമ്പിൾ ഇൻ അമൃത്സർ എന്നുള്ളൊരു ചോദ്യം. തിരുപ്പതി എന്ന് പറയുമ്പോൾ ആ തിരു പ്ലസ് മല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ ബോധ്ഗയയിലേക്ക് വരുമ്പോൾ ബോധ്ഗയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം ഇതാണ്. ബോധ്ഗയനെ പറ്റി പറയുമ്പോൾ ഇവിടെ ബുദ്ധന് ജ്ഞാനോദയം എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഒരു പ്രദേശത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ബോധ്ഗയ ഫേമസ് ആവുന്നത്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് ബോധ്ഗയ എന്നുള്ളതും ശ്രദ്ധിക്കണം. പിന്നെ ബോധ്ഗയയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇത് നടത്തുന്നത് അശോകനാണ്. അശോക കൺസ്ട്രക്റ്റഡ് ദ ഷ്രൈൻ ആസ് എ മാർക്ക് ഓഫ് ദ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്പോട്ട്. ഏത് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ സ്പോട്ടിനെ പറ്റി. അപ്പോൾ അതൊന്ന് നോക്കണം. ബോധ്ഗയ റിലേറ്റഡ് ടു ബുദ്ധൻ. ഓക്കെ. പുരിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കുംഭമേളയും മറ്റും നടക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം പുരീനെ മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ പറയേണ്ടത് സിറ്റി ഓഫ് പുരുഷോത്തമ എന്നുള്ളൊരു പേര് കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഇവിടെ പറഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കാം. ഹരിദ്വാറിൽ ഗംഗാ ആരതിയും മറ്റും നടക്കുന്നതിനെ പറ്റി പറഞ്ഞു പോകുന്നതാണ് ഹരിദ്വാറിൽ. പിന്നെ അജ്മീർ അവിടെ നിൽക്കട്ടെ. ശാന്തിനികേതൻ ചിലപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ശാന്തിനികേതൻ എന്നുള്ളത്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിലാണ് ശാന്തിനികേതൻ സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ലക്ഷ്യം വെച്ചിരുന്നത്. കലകൾ വിദ്യാഭ്യാസത്തിനൊപ്പം തനതായിട്ടുള്ള ഇന്ത്യൻ ആർട്ട് ഫോംസിനെ കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ശാന്തിനികേതൻ്റെ ലക്ഷ്യമായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരുപാട് ഐഡിയാസ് കൊണ്ടുവരാനായിട്ട് ശാന്തിനികേതന് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഗാന്ധിജിയും നെഹ്റു എല്ലാം ശാന്തിനികേതൻ്റെ ഐഡിയകളോട് എന്താ പറയുക ആദരവ് പുലർത്തിയിരുന്നവരായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കാം. അപ്പോൾ ശാന്തിനികേതൻ ആരാണ് സ്ഥാപിച്ചത് നോക്കൂ. വെസ്റ്റ് ബംഗാളിൽ 1901 രവീന്ദ്രനാഥ് ടാഗോർ എന്നുള്ളത് 1 വേർഡ് ആയിട്ടും 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വാർധ എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം വാർധേനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിലൊരു സേവാഗ്രാം ആശ്രം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗാന്ധിജി ഇൻ 1936 എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ സേവാഗ്രാമം എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് എന്താ? വില്ലേജ് ഓഫ് സർവീസ് എന്നുള്ളത് ഓർത്തിരിക്കാം. വാർധ. തിരുച്ചിറപ്പള്ളി നമ്മുടെ ഒരു ഇത് വേളാങ്കണ്ണി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ
എന്താ തമിഴ്നാട്ടിലെ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കമ്പാരിറ്റീവ്ലി റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആരാധനയും വിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിരിക്കാം. ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ മെയിനായിട്ട് വരുന്നതാണ് അമൃത്സർ, തിരുപ്പതി, ബോധ്ഗയ, ശാന്തിനികേതൻ, വാർധ. ഇതിനൊന്ന് കുറച്ച് ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കാൻ ശ്രദ്ധിക്കാം. പൂൾ ഓഫ് നെക്ടർ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? പൂൾ ഓഫ് നെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അമൃത്സർ ആയിട്ട് ബന്ധപ്പെട്ടു വരുന്നതാണ്. ഹർമന്ദിർ സാഹിബ് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഗുരു അർജുൻ ദേവ് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയും നമ്മളിവിടെ പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ വിഷയത്തെപ്പറ്റിയും പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഓഫ് അമൃത്സർ? എന്തായിരുന്നു? ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി. അതുപോലെ തന്നെ ഹു ആഡഡ് ഹർമന്ദിർ സാഹിബ് പറഞ്ഞു. സിഖ് ഗുരു ആയിട്ടുള്ള മറ്റേ അർജുൻ ദേവ് ആണ് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. തിരുമല എന്നുള്ളതിൻ്റെ അർത്ഥം. ബോധ്ഗയ എന്തുകൊണ്ടാണ് ഫേമസ് ആവുന്നത്? ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയത് കൊണ്ട്. അതുപോലെ തന്നെ വിച്ച് മേള ഒക്യൂഴ്സ് വൺസ് ഇൻ 12 years? ഏതാ? കുംഭമേള അല്ലേ? പിന്നെ പുരി ഫേമസ് ഫോർ നമ്മുടെ ഗംഗ ആരതി എന്നുള്ളതൊക്കെ കൊണ്ടുവരുന്നതാണ്. പുരി ജഗന്നാഥ് ടെമ്പിൾ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയ്ക്ക് ഭാഗമാണ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ കാണുന്നത്. അടുത്തതായിട്ട് യൂണിറ്റ് 2 കടക്കുമ്പോൾ, അതായത് ബ്ലോക്ക് 3 യൂണിറ്റ് 2 കടക്കുമ്പോഴാണ് ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് വരുന്നത്. മറ്റേതിൽ നമ്മൾ കൾച്ചറലും റിലീജിയസും ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ പറഞ്ഞിരുന്നതെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 2 വരുമ്പോൾ ഇതിൽ ചരിത്രപരമായിട്ടുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങളെ പറ്റിയാണ് നോക്കുന്നത്. അതിൽ തന്നെ കീഴടി ഇമ്പോർട്ടൻ്റ് ആണ്. താരതമ്യേന പുതിയൊരു സ്ഥലമാണ്. എക്സ്കവേഷനിലൂടെ കണ്ടുപിടിച്ചിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന കീഴടി. അതുകൊണ്ട് തന്നെ കീഴടി, പട്ടണം എക്സ്കവേഷൻ, ഹാരപ്പ, ഇതെല്ലാം എക്സ്കവേഷനുകൾ എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. 10 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമ്മൾ ഈ കീഴടിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. കീഴടി എവിടെയാണ് എന്നുള്ളത് ഓർക്കുക. കീഴടിയും നമ്മുടെ സംഘകാലഘട്ടവുമായിട്ട് കീഴടിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. സംഘകാലഘട്ടത്തിലെ പല കണ്ടുപിടുത്തങ്ങളും പല വസ്തുക്കളും നമുക്ക് ഈ ഒരു പ്രദേശത്ത് നിന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീഴടിക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എക്സ്പ്ലെയിൻ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് കീഴടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്തെ മെയിനായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കണം. ഓക്കെ, തമിഴ്നാട്ടിലാണെന്നുള്ള കാര്യം ഓർക്കുക. 10 മാർക്കിൻ്റെ ചോദ്യമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കീഴടീനെ പ്രതീക്ഷിക്കുന്നത്. ഖജുരാവോ എന്താണ്? ടെമ്പിൾസ് ആണ്. ഖജുരാവോ ടെമ്പിൾസ് എന്നുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. മധ്യപ്രദേശിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ദ സിറ്റി ഓഫ് ഗോഡ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ദ സിറ്റി ഓഫ് ഗോഡ്സ് എന്നറിയപ്പെടുന്നത് ഖജുരാവോ ശില്പങ്ങളും ആ ടെമ്പിൾസും ആണ്. അപ്പോൾ ഖജുരാവോയും ഇതുപോലെ 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹംപി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് പഠിക്കാൻ സാധിക്കും. കാരണം എന്താ, നമ്മുടെ കർണാടക ജില്ലയിലാണ് ഹംപി ഉള്ളത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകൾ കാണാവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹംപി എന്നുള്ളതാണ്. ഹംപിയും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ബിംബേദ്ക എന്ന് പറയുന്നതുണ്ടല്ലോ, ഗുഹാചിത്രങ്ങളാണ്. അതായത് പ്രാചീന കാലം മുതൽ പുതിയ കാലഘട്ടം വരേക്കുള്ള ഈ രേഖപ്പെടുത്തലുകൾ, ഗുഹാചിത്രങ്ങൾ നമുക്ക് ബിംബേദ്കയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മഹാബലിപുരം ഇത്തരത്തിൽ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്. ഈ പറയുന്നതിൽ നിന്നേ ഷോർട്ട് നോട്ടുകൾ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഷോർട്ട് ടെസ്റ്റാണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത് പക്ഷേ ഏതാണ് എന്നുള്ളത് കുറച്ചും കൂടി
ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കീഴടി ഇമ്പോർട്ടൻ്റ് ആണ്. ഹംപി, ഖജുരാവോ കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കീഴടി, ഹംപി, ഖജുരാവോ. പിന്നെ വന്നിട്ട് തഞ്ചാവൂർ. ഈ തഞ്ചാവൂരിനെ പറ്റിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയൊക്കെ എഴുതാം അല്ലേ, തഞ്ചാവൂർ ശില്പങ്ങൾ. തഞ്ചാവൂർ എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. 3 കാര്യങ്ങളാണ് ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് കാണാം. നോക്കൂ, തഞ്ചാവൂർ ഫേമസ് ഫോർ തഞ്ചാവൂർ വീണ, തഞ്ചാവൂർ ഡോൾസ് ആൻഡ് തഞ്ചാവൂർ പെയിൻറ്റിങ്സ്. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം തഞ്ചാവൂർ ഫേമസ് ഫോർ എന്തിനൊക്കെ എന്നുള്ളത്. പിന്നെയാണ് അജന്ത എല്ലോറ കേവ്സ് ആണ് ഇവിടെ വരുന്നത്, അതവിടെ നിൽക്കട്ടെ. ഹാരപ്പ സൈറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാരപ്പ, മോഹൻജദാരോ. ഹാരപ്പ അല്ലെങ്കിൽ മോഹൻജദാരോയുടെ മീനിങ് ചോദിക്കാറുണ്ട്. മീനിങ് എന്താണ്? മൗണ്ട് ഓഫ് ദ ഡെത്ത്, മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജദാരോ അറിയപ്പെടുന്നത്. ഈ സിന്ധു വാലി സിവിലൈസേഷൻ ഇല്ലേ, സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഹാരപ്പ സൈറ്റ്സ് വരുന്നത് എങ്ങനെ? ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണ് ഹാരപ്പ സൈറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോർട്ടുകളാണ്. അത് ചിലപ്പോൾ ഫോർട്ടുകളെ മാത്രമായിട്ട് എടുത്ത് ചോദ്യം വന്നേക്കാം. തുഗ്ലക്കാബാദ് ഫോർട്ട്, റെഡ് ഫോർട്ട്. പിന്നെ ഏതാ? തുഗ്ലക്കാബാദ് ഫോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നശിച്ചു പോയ കൊട്ടാരാണ്. തുഗ്ലക്കാബാദ് ഫോർട്ട് നശിച്ചു പോയൊരു കൊട്ടാരമാണ്. മെഹ്റൂളി അവിടെ നിൽക്കട്ടെ. താജ്മഹൽ മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കാം. താജ്മഹൽ എന്താ? ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയുടെ തീരത്താണ് താജ്മഹൽ? യമുന അല്ലേ? നോക്കൂ, യമുന റിവറിൻ്റെ തീരത്താണ്. യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്നതാണ്. കുത്തബ് മിനാർ ഉണ്ട്, കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ ഇതിൽ വരുന്നത്. ജമാ മസ്ജിദ്, ഓക്കെ. പുരാനാഖില വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരുമ്പോൾ റെഡ് ഫോർട്ട്. നേരത്തെ പറഞ്ഞു ഫോർട്ടുകളുടെ കൂട്ടത്തിൽ വരുന്നത് റെഡ് ഫോർട്ട് ഒന്ന് നോക്കിയിരിക്കണം. പണി കഴിപ്പിച്ചത് ആര് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫോർട്ടുകളെ മാത്രമായിട്ടൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാന്നുണ്ടെങ്കിൽ തുഗ്ലക്കാബാദ് ഫോർട്ട്, റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട്. ഈ റെഡ് ഫോർട്ട്, ആഗ്ര ഫോർട്ട് ഇതൊക്കെ മുഗൾ ചക്രവർത്തിമാരുടെ സംഭാവന, മുഗൾ ചക്രവർത്തിമാർ പണിതിട്ടുള്ളതാണ് കേട്ടോ. ആഗ്ര ഫോർട്ട്. ഒരെണ്ണം കൂടി വരുന്നുണ്ട്, ഫത്തേപൂർ സിക്രി. ഇതൊക്കെ മുഗൾ എംപറർമാരായിട്ടുള്ള നമ്മുടെ ഷാജഹാനും അക്ബറും ഹുമയൂൺ അവരുടെ എല്ലാം സംഭാവനയായിട്ടാണ് ഇത്തരത്തിലുള്ള ഫോർട്ടുകൾ വരുന്നത്. അപ്പോൾ അത് മാത്രം, ഫോർട്ട് എന്നുള്ളത് മാത്രമായിട്ട് പഠിക്കാം. അടുത്ത് വരുന്നതാണ് മ്യൂസിയംസ്. മ്യൂസിയംസ് മാത്രമായിട്ട് നോക്കി വയ്ക്കുക. അത് ചിലപ്പോൾ ഒരു 10 മാർക്കിൻ്റെ എസ്സേയിൽ മ്യൂസിയംസ് എന്നുള്ള രീതിയിൽ വരാം. ഏതൊക്കെ? നാഷണൽ മ്യൂസിയം ഡൽഹി, പിന്നെ വരുന്നതാണ് ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. ഇതൊക്കെ എവിടെയാണ് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഓർത്തിരിക്കേണ്ടത്. ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത. പിന്നെ വരുന്നതാണ് സാലാർജംഗ് മ്യൂസിയം. സാലാർജംഗ് മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, സ്വകാര്യ വ്യക്തിയുടെ ഒരു സംരംഭമായിരുന്നു സാലാർജംഗ് മ്യൂസിയം. സാലാർജംഗ് മൂന്നാമൻ മരിക്കുന്നതിന് ശേഷം, അതായത് നവാബ് മിർ യൂസഫ് അലി ഖാൻ, അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഈ സാലാർജംഗ് മ്യൂസിയം പിന്നീട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയും അതൊരു പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട്, അതായത് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൊരിടമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് സാലാർജംഗ് മ്യൂസിയം. മറ്റ് മ്യൂസിയങ്ങളിൽ നിന്ന് വ്യത്യസ്തത അതൊരു സ്വകാര്യ വ്യക്തിയുടെ കളക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സാലാർജംഗ് മ്യൂസിയം ഈസ് ഫേമസ് ഫോർ എന്തുകൊണ്ടാണ്? ബിദ്രി. കണ്ടോ, ബിഡ്രി വെയർ. ബിഡ്രി കളക്ഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് സാലാർജംഗ് മ്യൂസിയം. ബിഡ്രി വെയർ എന്ന് വെച്ചാൽ ഈ ഹുക്കിയൊക്കെ ഇല്ലേ, നമ്മൾ രാജാക്കന്മാർ ഒരു പുക വലിക്കുന്ന ഒരു സാധനം, അങ്ങനത്തെ ആ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളൊക്കെയാണ് ബിഡ്രിയിൽ വരുന്നത്. അപ്പോൾ ബിഡ്രി കളക്ഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ സാലാർജംഗ് മ്യൂസിയം എന്നുള്ളത് ഓർത്തിരിക്കുക. വിക്ടോറിയ മെമ്മോറിയലിലേക്ക് വരുമ്പോൾ ഒരു രാജ്ഞിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സ്മാരക മന്ദിരം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് വിക്ടോറിയ മെമ്മോറിയലിന്. വിക്ടോറിയ രാജ്ഞി മരിക്കുന്ന സമയത്ത് വൈസ്രോയി ആയിട്ടുള്ള, പിന്നീട് വൈസ്രോയി ആയി മാറിയ ലോർഡ് കേഴ്സൺ പ്രഭുവാണ്, അതൊന്ന് ഓർത്തിരിക്കുക. ലോർഡ് കേഴ്സൺ ആണ് വിക്ടോറിയ മെമ്മോറിയൽ പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മ്യൂസിയംസ്. എന്താണ് മ്യൂസിയം എന്നുള്ളതിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. മ്യൂസിയത്തിൻ്റെ പ്രഥമ ധർമ്മം എന്താണ്?
മ്യൂസിയംസ് വസ്തുക്കളെയും ഒബ്ജക്ട്സിനെയും എല്ലാം സംരക്ഷിച്ചു വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ തലമുറയ്ക്ക് പഴയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ ഉണ്ടാക്കിയത് കൊൽക്കത്തയിൽ തന്നെയാണ്. വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് കേഴ്സൺ ആണ് നമ്മുടെ വിക്ടോറിയ രാജ്ഞിയുടെ മരണത്തിനെ തുടർന്ന് അവരുടെ ബഹുമാനാർത്ഥം, അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് വിക്ടോറിയ മഹൽ പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് ബ്ലോക്ക് 3 വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് കീഴടി, പുതിയ എക്സ്കവേഷൻ സെൻറ്ററാണ്. കീഴടി, ഹംപി, മോഹൻജദാരോ, താജ്മഹൽ, ഇത്രയ്ക്ക് ഭാഗങ്ങൾ, ബോധ് ഗയ. ഓക്കെ. തുടർന്ന് നമ്മുടെ കൊട്ടാരങ്ങൾ എന്നുള്ള രീതിയിൽ റെഡ് ഫോർട്ട്, തുഗ്ലക്കാബാദ് ഫോർട്ട്, വേറൊന്നും കൂടി അവിടെ പറഞ്ഞിരുന്നു. ആ ഫോർട്ടുകൾ ഒന്ന് ശ്രദ്ധിക്കാം. മ്യൂസിയംസ് 4 എണ്ണമാണ് അവതരിപ്പിക്കുന്നത്. വിക്ടോറിയ മെമ്മോറിയൽ, ഇന്ത്യൻ മ്യൂസിയം, നാഷണൽ മ്യൂസിയം, ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്ത, നാഷണൽ മ്യൂസിയം ഡൽഹി, സാലാർജംഗ് മ്യൂസിയം. അതിൽ തന്നെ സാലാർജംഗ് മ്യൂസിയം കുറച്ചും കൂടി പ്രാധാന്യത്തിൽ നോക്കണം. അതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ സാലാർജംഗ് മ്യൂസിയത്തിൻ്റെ പ്രത്യേകത എന്നുള്ള രീതിയിലോ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്തയിലേക്ക് കടക്കുമ്പോൾ ബ്ലോക്ക് 4ലേക്ക്, അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ എന്തായി? നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉണ്ടല്ലോ, ആദ്യത്തെ ഭാഗത്ത് യൂണിറ്റ് 1 ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിലീജിയസ് ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള പ്രദേശങ്ങൾ എന്നുള്ള രീതിയിൽ 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇവിടെ ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി കേരളത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കേരള ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്, കേരളത്തിൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എടക്കൽ കേവ്സ്. എടക്കൽ കേവ്സിനെ പറ്റി എന്തായാലും നോക്കണം. എടക്കൽ കേവ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അമ്പുകുത്തി മല ഇൻ വയനാട് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നും വരുന്നൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെഗാലിത്തിക് ബ്യൂറൽസ് ഇൻ വയനാട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെഗാലിത്തിക് ബ്യൂറൽസ് ഇൻ വയനാട് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. ഇവിടെ നമ്മൾ വരുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ. ബ്യൂറൽസ് എന്ന് വെച്ചാൽ വയനാട്ടിലെ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്നും മനുഷ്യനെ സംസ്കരിക്കില്ലേ, അവരുടെ ശവം മറവ് ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് തന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. വയനാട് ജില്ലയിലെ ഈ ശവസംസ്കരണ രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പഴയകാല സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ചോദ്യം ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എക്സ്പ്ലെയിൻ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് എടക്കൽ കേവ്സ്. 10 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. എക്സ്പ്ലെയിൻ ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഓഫ് എടക്കൽ കേവ് എന്നുള്ളത് നമ്മളൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ കേരള എന്നുള്ള രീതിയിലും അത് നമുക്ക് അടുത്ത ചോദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും എടക്കൽ കേവ്സിനെ പറ്റി ഓർക്കണം. അമ്പുകുത്തി മലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഓർത്തിരിക്കാം. പത്മനാഭപുരം ടെമ്പിൾ എവിടെയാ? തിരുവനന്തപുരത്താണ് പത്മനാഭപുരം ടെമ്പിൾ. പത്മനാഭപുരം വാസ് ദ ക്യാപിറ്റൽ ഓഫ് വേണാട് റോയൽസ് ഡ്യൂ ടു ഇറ്റ്സ് ലൊക്കേഷൻ. വേണാട് രാജകുമാരുടെ ക്യാപിറ്റലായിരുന്നു എന്ത്? പത്മനാഭപുരം പാലസ്. കുതിരമാളിക, അങ്ങനെ പാലസിൻ്റെ ഇതിനെ പറ്റിയും പറയുന്നുണ്ട്. ബേക്കൽ ഫോർട്ട് എവിടെയാണ്? ബേക്കൽ ഫോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. കാസർഗോഡ് ജില്ലയിൽ. നോക്കൂ, ദ ഫോർട്ട് വാസ് ലൊക്കേറ്റഡ് ഇൻ ദ പള്ളിക്കര വില്ലേജ് ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് നോക്കണം. ബേക്കൽ ഫോർട്ട്. പാലക്കാട് ഫോർട്ട് ടിപ്പുവിൻ്റെ. ഇവിടെ പാലക്കാട് ഫോർട്ടിലേക്ക് വരുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സൈറ്റാണ്. ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടിപ്പുവിൻ്റെ കൊട്ടാരം, ടിപ്പൂസ് ഫോർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്ത് പറയണം? പാലക്കാട് ഫോർട്ടാണ്.
ഇത് ഹൈദരാലിയാണ്, ടിപ്പുവിൻ്റെ അച്ഛനായിട്ടുള്ള ഹൈദരാലിയാണ് പണി കഴിപ്പിച്ചത്. പക്ഷെ പാലക്കാട് ഫോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് ടിപ്പുസ് ഫോർട്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് കേരള, ഞാൻ പറഞ്ഞല്ലോ 10 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് കേരള ഏതാ? ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സൈറ്റുകൾ. അതിൽ പാലക്കാട് വരുന്ന കുറച്ച് സ്ഥലങ്ങൾ പറയേണ്ട, ആനക്കര, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയും ഈ ഗുഹകൾ എല്ലാം കണ്ടുകിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, ഇതെല്ലാം കിട്ടിയിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് പാലക്കാട്. മൊത്തത്തിൽ കേരള എന്ന് നോക്കുക, എന്നിട്ട് പാലക്കാടിൽ ഏതൊക്കെയാണെന്നുള്ളത് പറയാം. പട്ടണം എക്സ്കവേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ. പട്ടണം എക്സ്കവേഷൻ എന്താണ്? പട്ടണം ഉദ്ഖനനം എന്ന് പറയുന്നില്ലേ നമ്മൾ, ഈ മുസിരീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂരും മറ്റേ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ആയിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് കൊടുങ്ങല്ലൂരിനോടും മറ്റും ഒക്കെ അനുബന്ധിച്ച് കിടക്കുന്നതാണ് ഈ പട്ടണം എക്സ്കവേഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് പഠിച്ചിരിക്കണം. ദ ആർക്കിയോളജിക്കൽ സൈറ്റ് അറ്റ് പട്ടണം ഈസ് ലൊക്കേറ്റഡ് അബൌട്ട് 30 kilometers നോർത്ത് ഓഫ് കൊച്ചിൻ ഇൻ ദ എറണാകുളം ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. അതായത് കേരളത്തിലെ തുറമുഖമായിരുന്നു എന്ന് പറയുന്നത്. പണ്ടത്തെ തുറമുഖമായിരുന്നു ഈ പട്ടണം അല്ലെങ്കിൽ മുസിരീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നൊരു ഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ എക്സ്കവേഷൻ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പാലക്കാട്ടിലെ കുറച്ച് സ്ഥലങ്ങളെ പറ്റി പറയുന്നുണ്ട്. തുടർന്ന് പട്ടണം എക്സ്കവേഷനെ പറയണം. മുച്ചിരിപ്പട്ടണം അല്ലെങ്കിൽ മുസ്രീസ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണിത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആണേ. പിന്നെയാണ് ഇയാൽ ബ്യൂറൽ കേവ്, ചൊവ്വന്നൂർ ബ്യൂറൽ കേവ്സ്, ഇതൊക്കെ തൃശ്ശൂർ വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെയും ഈ ഗുഹകൾ വെട്ടുകല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. അതിൻ്റെ അടിയിൽ ശവം മറവ് ചെയ്തിരുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഗുരുവായൂർ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇയാൽ ബ്യൂറൽ കേവും കുന്നംകുളം ആ ഭാഗത്ത് ചൊവ്വന്നൂർ ബ്യൂറൽ കേവ്സൊക്കെയും വരുന്നത്. അപ്പോൾ ഇതൊക്കെ എക്സ്കവേഷൻ എന്നുള്ള രീതിയിൽ നോക്കണം. ചോദ്യം വരുന്നതനുസരിച്ച് പട്ടണം എക്സ്കവേഷൻ എന്ന് മാത്രമേ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മാത്രം എഴുതാം. അല്ല എക്സ്കവേഷൻ സൈറ്റ്സ് ഇൻ കേരള എന്ന് ചോദിച്ചാൽ ഈ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതണം. പിന്നെ എവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മെഗാലിത്തിക് ബ്യൂറൽസ് ഇൻ വയനാട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. കുരുമ്പലക്കോട്ട, വളാൽ, എല്ലുമന്തം, ഇതൊക്കെയാണ് ഈ 3 സ്ഥലങ്ങളാണ് ബ്യൂറൽസ് കിട്ടിയിട്ടുള്ള. ഇത് മനുഷ്യാവശിഷ്ടങ്ങളെല്ലാം മറ്റേ വലിയ കുടങ്ങളിലായിട്ട് ഇതല്ലേ കുടങ്ങളിൽ മറവ് ചെയ്യുന്നത്, ആ ഒരു രീതിയോടെ പറയുന്നത്. അത് വയനാട്ടിൽ മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 സ്ഥലങ്ങൾ പറയാം. കുരുമ്പലക്കോട്ട, വളാല്, പിന്നെ എല്ലുമന്തം, ഈ ഒരു 3 സ്ഥലങ്ങൾ പറയണം. ഇനി തുഞ്ചൻ പറമ്പ് എന്ന് മാത്രം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുഞ്ചൻ പറമ്പിൻ്റെ പ്രത്യേകത എന്താണ്? എഴുത്തിനിരുത്തലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് തുഞ്ചൻ പറമ്പിനെ പറ്റി പറയുന്നത്. തിരൂരാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്. എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ഓർത്തിരിക്കുക. തുഞ്ചൻ പറമ്പ് ലൊക്കേറ്റഡ് ഇൻ തിരൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്നുള്ളത്. ആരുടെ പേരിലാണ് ഈ തുഞ്ചൻ പറമ്പ് വരുന്നത്? നമ്മുടെ ഇവിടെ നോക്കൂ, തുഞ്ചത്ത് എഴുത്തച്ഛൻ, എ 16th century poet and scholar is renowned for his retelling of Ramayana and Mahabharata in Malayalam, making the epic access to the common people. അല്ലേ, രാമായണവും മഹാഭാരതവും എല്ലാം എഴുതിയിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മരണാർത്ഥമാണ് നമ്മളവിടെ തുഞ്ചൻ പറമ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം മെയിനായിട്ടുള്ളത് എടക്കൽ ഗുഹ എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. എടക്കൽ കേവ്സ്, പട്ടണം എക്സ്കവേഷൻ. ഇനി വരുന്നതാണ് സേക്രഡ് ജോഗ്രഫി. സേക്രഡ് ജോഗ്രഫിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന സാധനങ്ങളാണ്. അതായത് സേക്രഡ്, പവിത്രമായി കരുതുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ. ഇത് എല്ലാം എന്താ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രം മീൻസ് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സേക്രഡ് ജോഗ്രഫി കടന്നു വരുന്നത്. ഫസ്റ്റ് തന്നെ വരുന്നത് എന്താണ് സേക്രഡ് ജോഗ്രഫി എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ.
പിന്നെ വരുന്നതാണ് ശബരിമല. ശബരിമലയുടെ ആ ഒരു ചരിത്രത്തെ പറ്റിയും ശബരിമലയും ബുദ്ധിസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാദത്തെ പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞു പോകുന്നതുണ്ട്. നമ്മുടെ ശാസ്ത്രം തന്നെയാണ് ബുദ്ധൻ എന്നും അതിൻ്റെ തുടർച്ചയാണ് വൃദ്ധം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇതൊക്കെയും ഷോർട്ട് നോട്ട് ഭാഗമായിട്ടാണ് ഷോർട്ട് എസ്സേ ഭാഗങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ 10 മാർക്കിൻ്റെ ചോദ്യം സേക്രഡ് ജിയോഗ്രഫി ഓഫ് കേരള എന്ന് ചോദിച്ചാൽ ഇതിലത്തെ പ്രദേശങ്ങളെ 10 മാർക്കിൻ്റെ ചോദ്യമായിട്ട് എഴുതാൻ പ്രിപ്പയർ ആയിരിക്കാം. കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന പ്രദേശങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ശബരിമല അങ്ങനെ ഓർത്തിരിക്കാം. ഫേമസ് ഫെസ്റ്റിവൽസ്. The festivals in Shabarimala are associated with 2 annual festivals. ഏതൊക്കെയാണ്? മണ്ഡലപൂജ, മകരവിളക്ക്. അത് രണ്ടും നോട്ട് ചെയ്യാം. അടുത്ത ചേരമാൻ ജുമാ മസ്ജിദ് ആണ്. ചേരമാൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതെന്ന് ചോദിച്ചാൽ ചേരമാൻ ജുമാ മസ്ജിദ് ആണ് എന്ന് ഓർക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ. എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി. അതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് മലയാറ്റൂർ ചർച്ചാണ്. മലയാറ്റൂർ ചർച്ച് അല്ലെങ്കിൽ പൊന്നിൻകുരിശ് മുത്തപ്പൻ എന്ന് സെൻറ്റ് തോമസ് ഓൾസോ നോണസ്, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന് നമ്മൾ പൊന്നിൻകുരിശ് മുത്തപ്പൻ എന്നും പറയുന്നുണ്ട്. നമ്മൾ എറണാകുളം ജില്ലയിലെ മലയാറ്റൂരാണ് മലയാറ്റൂർ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് ഈ ചർച്ചിൻ്റെ വാസ്തുവിദ്യയാണ്. അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന രീതിയെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. നോക്കൂ. The altar is designed in the traditional Greek style and the front portion in the Roman Catholic Church style എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മലയാറ്റൂർ ചർച്ച് നോക്കണം. അടുത്ത പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് പറയുന്നത് മനുഷ്യൻ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം. അല്ലെങ്കിൽ പറശ്ശിനിക്കടവിലത്തെ മെയിൻ ഇത് നോക്കൂ, ഓഫറിങ്സ് എന്താണ്? ഫിഷ് ആൻഡ് ടോഡി എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ പട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ക്ഷേത്രം എന്നുള്ള രീതിയിലും നമ്മൾ ഇതിനെ പറയുന്നുണ്ടേ. നോക്കൂ. ദ ടെമ്പിൾ ടൗൺ പറശ്ശിനിക്കടവ് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് ഫേമസ് ഫോർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ടെമ്പിൾ. മുത്തപ്പൻ ഈസ് എ തെയ്യം, എ ലിവിങ് ഗോഡ്. ഏതാണ്? പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. നോർത്തേൺ കേരള അല്ലെങ്കിൽ ലിവിങ് ഗോഡ് തന്നെയാണ് തെയ്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഒരു പ്രത്യേകതയാണ് ടെമ്പിൾ അട്രാക്ട് പീപ്പിൾ ഫ്രം ഓൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി റെസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ് ആൻഡ് റിലീജിയൻ. അതായത് കാസ്റ്റിനും റിലീജിയനും അപ്പുറം ഈ പറയുന്നതെല്ലാം തന്നെ കേട്ടോ. അതൊരു പ്രധാന പോയിൻ്റായിട്ട് നിങ്ങൾ സേക്രഡ് ജിയോഗ്രഫി ചോദിച്ചാൽ എഴുതണം. കേരളത്തിൽ നമ്മൾ പറഞ്ഞ ശബരിമല പിന്നെന്താ പറഞ്ഞത്? മലയാറ്റൂർ, ചേരമാൻ ജുമാ മസ്ജിദ്, പറശ്ശിനിക്കടവ്, ഇതെല്ലാം തന്നെ ഇനി വരുന്ന കൊടുങ്ങല്ലൂർ അമ്പലമൊക്കെ തന്നെ ഈ ജാതിക്ക് അപ്പുറം അല്ലെങ്കിൽ മതത്തിനപ്പുറം ആളുകൾക്ക് ആക്സസ് ഉള്ള സ്ഥലങ്ങളാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പനൊക്കെയും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരും പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അതുപോലെ ഈ പറശ്ശിനിക്കടവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് ബ്രാഹ്മണിക് ആചാരങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് പറശ്ശിനിക്കടവ് എന്നുള്ളത് നോട്ട് ചെയ്യാം. ഷോർട്ട് നോട്ട്. അതുപോലെ തന്നെ പ്രധാന ഉത്സവമാണ് മുത്തപ്പൻ തിരുവപ്പന എന്നുള്ളത് നോക്കുക. കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിളിലേക്ക് വരുമ്പോൾ നമ്മുടെ സംഘകാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം കൊടുങ്ങല്ലൂർ ഭഗവതി ടെമ്പിളിനെ കാണാനായിട്ട്. മുസ്രീസ്, നമ്മൾ നേരത്തെ പട്ടണം എക്സ്കവേഷനെ പറ്റി പറഞ്ഞ പോലെ തന്നെ മുസ്രീസുമായിട്ട് അതിനോടടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കൊടുങ്ങല്ലൂർ വസൂരിമാല ഭഗവതിക്കാണ് ഫേമസ് എന്നുള്ളതും ഓർക്കുക. അതായത് വസൂരി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പതികാരത്തിൽ പറയുന്ന പട്ടിണി എന്ന് പറയുന്ന സ്ഥലമായിട്ട് കൊടുങ്ങല്ലൂർ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഫേമസ് ആഘോഷം എന്ന് പറയുന്നത് താലപ്പൊലിയും പിന്നെ കാവുതീണ്ടൽ കൊടുങ്ങല്ലൂർ ഭരണി എന്നുള്ളത് ഓർക്കുക. അതുപോലെ ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 629 CE ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് ഈ പറയുന്ന ചേരമാൻ ജുമാ മസ്ജിദ്. മാലിക് ഇബൻ ദിനാറാണ് അറബ് പ്രൊപ്പഗേറ്റർ, അറബ് പ്രവാചകനായിട്ടുള്ള ആരാണ്? മാലിക് ഇബൻ ദിനാറാണ് ഈ മോസ്ക് പണി കഴിപ്പിച്ചത്. അതൊന്ന് 1 വേർഡ് ചോദ്യമായിട്ട് ഓർത്തിരിക്കണം. മാലിക് ഇബൻ ദിനാർ എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ.
വേർ ഇസ് ചേരമാൻ ജുമാ മസ്ജിദ് ലൊക്കേറ്റഡ്? എവിടെ പറഞ്ഞു അല്ലേ? കൊടുങ്ങല്ലൂരാണ്. ഹു ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബിൽറ്റ് ദ ചേരമാൻ ജുമാ മസ്ജിദ്? നമ്മൾ പറഞ്ഞില്ലേ, പേർഷ്യൻ അറബി പ്രവാചകനായിട്ടുള്ള അയാളുടെ പേര് നമ്മളിവിടെ നേരത്തെ പറഞ്ഞു. നോക്കൂ, ദാ അറബ് പ്രൊപ്പഗേറ്റർ മാലിക് ഇബൻ ദിനാറാണ് എന്ത് ചെയ്തത്? ഈ ചേരമാൻ ജുമാ മസ്ജിദ് പണിതിട്ടുള്ളത്. പിന്നെ അറ്റാക്കുകൾ ഉണ്ടായിട്ടുള്ളതിനെ പറ്റിയൊക്കെയും അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കും. വേർ ഇസ് സെൻറ്റ് തോമസ് ചർച്ച് ലൊക്കേറ്റഡ്? മലയാറ്റൂർ അല്ലേ? ഇനി ഇവിടെ പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഏത് രീതിയിലാണ്? റോമൻ സ്റ്റൈലിലൊക്കെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി കണ്ണകിയുടെ കാര്യം പറയുമ്പോഴാണ് കൊടുങ്ങല്ലൂർ ടെമ്പിളിനെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. വാട്ട് ഈസ് ദ ആൻഷ്യന്റ് നെയിം ഓഫ് കൊടുങ്ങല്ലൂർ? മുസ്രീസ്. പറഞ്ഞില്ലേ, മുസ്രീസ് അല്ലെങ്കിൽ കാൻഗനൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് പറയുന്നുണ്ടേ. പഴയ കൊടുങ്ങല്ലൂരിൻ്റെ പേരാണ്. നോക്കൂ, ദാ ക്രാൻഗനൂർ, മുസ്രീസ് എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ 8 ചോദ്യം തന്നിട്ട് അതിൽ നിന്നും 5 എണ്ണം എഴുതാനാണ് പറയുന്നത്. അത്രത്തോളം ഉറപ്പുള്ള വൺ വേർഡുകൾ ആൻസർ ചെയ്യാൻ നോക്കുക. ഷോർട്ട് ആൻസർ ആയാലും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആകെ കുറവ് വരുന്നത് 10 മാർക്കിൻ്റെ ചോദ്യം വരുന്ന സമയത്ത് 2 എണ്ണത്തിൽ നിന്നും 1 എണ്ണം മാത്രം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ചോയ്സ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാം വലിച്ചു വാരി പഠിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. പറഞ്ഞല്ലോ, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗം കൈകാര്യം ചെയ്താലാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞില്ലേ. ആ ഒരു രീതിയിൽ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈസിലി കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഒരു ചോദ്യവും വിടാതിരിക്കുക. ഓക്കെ, നമുക്ക് 2 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അറിയില്ല എന്നും പറഞ്ഞ് ഒന്നും വിട്ട് കളയരുത്. അത് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടെങ്കിലും ശ്രമിച്ചിരിക്കണം. ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. ഇത്രയ്ക്ക് ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അത് ഓരോ സ്ഥലങ്ങളെ പറ്റിയും പറയുമ്പോൾ അത് ഇന്ത്യയിലാണ് എന്നും അല്ലെങ്കിൽ കേരളത്തിലാണെന്നും തിരിച്ചറിയാനുള്ളൊരിതില്ലേ, അത് വെച്ചുകൊണ്ട് തന്നെയെങ്കിലും നമ്മൾ ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യണം. അത് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് തന്നെ ഒരു പോയിൻ്റായിട്ട് എഴുതിക്കൂടെ? ഇപ്പോൾ ഒരു സ്ഥലം പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് എന്നുള്ള രീതിയിൽ തന്നെയെങ്കിലും നമ്മൾ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഒന്നും സ്കിപ്പ് ചെയ്ത് പോവരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.